മാർക്ക് ആന്റണി എന്ന സിനിമയ്ക്ക് ശേഷം വിശാൽ നായകനാവുന്ന രത്നം എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമ ഈ വർഷം ഏപ്രിൽ 26-നാണ് ഇപ്പോൾ റിലീസിനെത്തുന്നത്. ഹരി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് DSP ആണ് മ്യൂസിക് എല്ലാം ചെയ്യുക. നൻപൻ എന്ന സിനിമയ്ക്ക് ശേഷം തളപതി വിജയ് ശങ്കർ കോംബോ ഒന്നിക്കുന്നതായ റിപ്പോർട്ടുകൾ. വിജയുടെ 70ാമത്തെ സിനിമയായിരിക്കും ശങ്കർ സംവിധാനം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ ഇപ്പോഴത്തെ നിർമ്മിക്കുക RRR സിനിമയെല്ലാം നിർമ്മിച്ച DVD എന്റർടൈൻമെന്റ്സ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിജയ് ചിത്രം തെരി സിനിമയുടെ ഹിന്ദി റീമേക്ക് ഇപ്പോൾ വരുന്നു. വരുൺ ധവൻ നായകനാവുന്ന ഈ സിനിമയുടെ പേര് ബേബി ജോൺ എന്നായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയിൽ പ്രൊഡ്യൂസറായി അറ്റ്ലിയും എത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സിനിമയിൽ നായികമാരായി എത്തുന്ന കീർത്തി സുരേഷും വമിക ഗബിയും കൂടിയാണ്. സീതാരാമം സിനിമയുടെ സംവിധായകന്റെ അടുത്തൊരു ചിത്രം വരുന്നു. പ്രഭാസായിരിക്കും ഈ സിനിമയിൽ ഇപ്പോഴത്തെ നായകനായി എത്തുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സിനിമയുടെ ചർച്ചകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രഭാസിന്റെ നായിക ഈ സിനിമയിൽ ശ്രീലീലയായിരിക്കും ഈ സിനിമയിൽ എത്തുക. സിംബു നായകനാവുന്ന STR 48 എന്ന സിനിമയുടെ ഒരു ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ വരുന്നു. സിംബുവിന്റെ ബർത്ത്ഡേ സ്പെഷ്യലായി ഫെബ്രുവരി 3-നായിരിക്കും ഈ സിനിമയുടെ ടൈറ്റിൽ ലുക്ക് വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം ഫെബ്രുവരി മാസമായിരിക്കും തുടങ്ങുക. രാക്ഷസൻ എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ രാംകുമാറിന്റെ അടുത്ത ചിത്രം വരുന്നതായ റിപ്പോർട്ടുകൾ. ശിവകാർത്തികൻ നായകനാവും എന്നാണ് അപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഡിസ്കഷൻ എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് ചിത്രം റിംഗ് മാസ്റ്ററിന്റെ ഒരു തമിഴ് റീമേക്ക് വരുന്നതായ റിപ്പോർട്ടുകൾ. സിനിമയുടെ ഷൂട്ടെല്ലാം ഇപ്പോൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആവാനായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയിൽ ഇപ്പോഴത്തെ നായകനായി എത്തുക സന്താനമായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗം സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് റിലീസിനെത്തുന്നത്. ഒരു പാനന്തൻ ചിത്രവും കൂടിയാണ് ഇത്. കൂടാതെ തന്നെ ഈ സിനിമയ്ക്ക് ഇപ്പോൾ ക്ലാഷ് റിലീസായി മഞ്ഞുമൽ ബോയ്സും എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം പ്രതീക്ഷിക്കാം. ജൂനിയർ NTR നായകനാവുന്ന ചിത്രമാണല്ലോ ദേവര. ഈ സിനിമ ഇപ്പോഴത്തെ ഏപ്രിൽ മാസത്തിൽ നിന്ന് പോസ്റ്റ്പോണ്ട് ചെയ്തു പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും ഈ സിനിമയുടെ 40 ദിവസത്തോളം ഷൂട്ടുണ്ടെന്നും കൂടാതെ തന്നെ ഇലക്ഷൻ കാരണമായിരിക്കും ഈ സിനിമ പോസ്റ്റ്പോണ്ട് ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ജൂണിൽ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ തന്നെ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം പ്രതീക്ഷിക്കാം. മോഹൻലാലിനെ നായകനാക്കി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്ന ഒരു സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. അതിൻ്റെ ഒരു സൂചന ഇപ്പോഴത്തെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് തന്നെ ഒരു സ്റ്റോറി എല്ലാം ഇപ്പോൾ തന്നിട്ടുണ്ട്. ഒരു പക്ഷേ നഹാസ് ഹിദായത്തോ അല്ലെങ്കിൽ അൻവർ റഷീദോ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ ഒരു അപ്ഡേഷൻസ് എല്ലാം പ്രതീക്ഷിക്കാം. പ്രഭാസ് നായകനാവുന്ന അടുത്തൊരു സയൻസ് ഫിക്ഷൻ ചിത്രമാണല്ലോ കൽക്കി 7 എന്ന ചിത്രം. ഈ സിനിമയിൽ ഇപ്പോഴത്തെ മലയാളത്തിൽ നിന്ന് അന്ന ബെന്നും അതുപോലെ തെലുങ്കിൽ നിന്ന് വിജയ് ദേവരകൊണ്ടയും പ്രധാന വേഷത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ദുൽഖറും ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമയിൽ ദുൽഖറിൻ്റെ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ. രാജമൗലി ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളിലെത്തുന്നുണ്ട്. സിനിമ മെയ്യിലാണ് റിലീസിനെത്തുക. മരക്കാർ എന്ന സിനിമയ്ക്ക് ശേഷം പ്രിയദർശൻ മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയ്ക്ക് കഥയെല്ലാം ഒരുക്കുക വിനീത് ശ്രീനിവാസൻ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത് ശ്രീനിവാസൻ മോഹൻലാൽ കോംബോ ഒന്നിക്കുന്നെന്ന് കുറച്ച് മുമ്പേ വരുന്ന റൂമറുകളും കൂടിയാണ്. എന്തായാലും ഉടൻ തന്നെ ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ധ്യാൻ ചിത്രമാണല്ലോ അടിക്കപ്പേരെ കൂട്ടമണി എന്ന സിനിമയുടെ 2ാം ഭാഗം. ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികളെല്ലാം ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ വിജയ് ബാബു തന്നെ കൺഫേം ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സിനിമയുടെ ഷൂട്ട് ജൂണിൽ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് ജൂൺ സിനിമയുടെ സംവിധാനമായ അഹമ്മദ് കബീറും കൂടിയാണ്.